നമസ്കാരം സുഹൃത്തുക്കളെ, ബഷീറാണ്. തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൽ നിന്ന് ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ പുളിങ്കൂട്ടം ഭാഗത്താണ്. പുളിങ്കൂട്ടം സ്ഥലത്തിൻ്റെ പേരാണ് പുളിങ്കൂട്ടം. അപ്പോൾ പുളിങ്കൂട്ടം ടു നമ്മുടെ മണപ്പാടത്തേക്കൊക്കെ പോകുന്ന, അല്ലെങ്കിൽ പുളിങ്കൂട്ടം ടു പഴയന്നൂർ പോകുന്ന മെയിൻ ബസ് റൂട്ടിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ടായി കിടക്കുന്ന ഭാഗത്ത് 6.25 സെൻറ്റ് സ്ഥലവും 1480 സ്ക്വയർ ഫീറ്റ് വീടും, 1480 സ്ക്വയർ ഫീറ്റ് കേട്ടോ, 3 ബെഡ്റൂമൊക്കെ ഉള്ള ഒരു 4 വർഷത്തെ പഴക്കം മാത്രമുള്ളൊരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. ഇത് നിലവിൽ ലോൺ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്കോട്ടാണ്, വടക്ക് വശത്തേക്കാണ് വീടിൻ്റെ ദർശനം വരുന്നത്. ഇതിൽ 3 ബെഡ്റൂമിൽ ഒരെണ്ണം അറ്റാച്ച്ഡും 2 കോമണും. 3 ബെഡ്റൂമും താഴെ തന്നെയാണ്, സ്റ്റെയർ ഉള്ളിലൂടെ കൊടുത്തിരിക്കുന്നു. ഇത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. എല്ലാം 3 ബെഡ്റൂം അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് കേട്ടോ. അപ്പോൾ ഇത് നിലവിൽ ഒരു 18 ലക്ഷം രൂപയോളം നാഷണലൈസ്ഡ് ബാങ്കായിട്ടുള്ള SBIയിൽ ലോൺ അടച്ചു തീർക്കാനുണ്ട്. അപ്പോൾ അത് അടയ്ക്കാനുള്ളൊരു ചെറിയ ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മാസം ഏകദേശം ഒരു 30ൻ്റെ അടുത്ത് 28,000 രൂപയുടെ അടുത്ത് ലോൺ വരുന്നുണ്ട്. അപ്പോൾ അടയ്ക്കാനുള്ളൊരു സാമ്പത്തികമായിട്ടുള്ള ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെന്നാണ് ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. വെറും 4 വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ. നമുക്ക് പുളിങ്കൂട്ടം ജംഗ്ഷനിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. തൊട്ടടുത്ത് കിടക്കുന്ന വലിയ ജംഗ്ഷനാണ് ആലത്തൂരും അതുപോലെ വടക്കഞ്ചേരി. വടക്കഞ്ചേരി ടൗണിലേക്കാണെങ്കിൽ ജസ്റ്റ് ഒരു 3 കിലോമീറ്റർ ദൂരം മാത്രമാണ്, 3-3.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് നമ്മുടെ ഈ വീടിൻ്റെ അവിടെ നിന്നുള്ളത്. എല്ലാവിധ സൗകര്യങ്ങളുള്ള വലിയൊരു ടൗണാണ് വടക്കഞ്ചേരി. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ ഇപ്പോൾ വില പറഞ്ഞിരിക്കുന്നത് ഈ 6.25 സെൻറ്റ് സ്ഥലവും 1480 സ്ക്വയർ ഫീറ്റ് 4 വർഷം പഴക്കമുള്ളൊരു വീടിനും കൂടെ ചോദിച്ചിരിക്കുന്ന വില 39 ലക്ഷം രൂപയാണ്. എന്തെങ്കിലും ചെറിയ രീതിക്ക്, അതായത് 40 പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ അതൊന്നും കമ്മിയാക്കി സംസാരിച്ചിട്ടാണ് കച്ചവടം നടക്കേണ്ടത് എന്നുള്ള രീതിക്ക് സംസാരിച്ചിട്ടാണ് ഞാൻ ഈ 39 പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ പ്രത്യേകം അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എത്ര കണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളത് നിങ്ങൾ വന്ന് നേരിട്ട് ഉടമസ്ഥനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയും. ഇത് വിറകടുപ്പ് സാധാ അടുപ്പായതുകൊണ്ട്, അതായത് പുകക്കുഴലില്ലാത്ത ആലുവ അടുപ്പല്ലാത്തത് കൊണ്ടാണ് ഈ ഭാഗത്തൊക്കെ പുകയടിച്ചിട്ട്, വിറകിൻ്റെ കത്തിക്കുമ്പോൾ പുകയടിച്ചിട്ട് ആകെ ആ ഭാഗങ്ങളൊക്കെ പെയിൻറ്റ് കറുത്തു പോയത്. ഇതിന് 2 ഭാഗത്തൂടെ വഴി വരുന്നുണ്ട്. ഒരു സൈഡിലൂടെ ഒരു കോൺക്രീറ്റ് റോഡും അതുകൂടെ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നടന്ന് വണ്ടികൾക്കൊക്കെ വരുന്ന കയറാൻ പാകത്തിനുള്ള വഴി, കാർ പോലത്തെ വണ്ടിയൊക്കെ സുഖമായിട്ട് നമ്മുടെ കോമ്പൗണ്ടിലെത്തും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം. പാലക്കാട് ജില്ലയാണ്, കണ്ണമ്പ്ര പഞ്ചായത്തിലാണ്. അടുത്ത് തന്നെ നമുക്ക് ബാങ്കുകളും സൂപ്പർ മാർക്കറ്റുകളും ഹോസ്പിറ്റലുകളും സ്കൂളുകളും ആരാധനാലയങ്ങളും എന്നുവേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് തൊട്ടടുത്ത് തന്നെ വരുന്നുണ്ട് കേട്ടോ. സ്റ്റെയർ ഉള്ളിലൂടെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഭാവിയിൽ 1-2 മുറി എടുക്കണമെങ്കിൽ മുകളിൽ അതിനുള്ള സൗകര്യം കൂടെയുണ്ട്. നല്ല വീടാണ്. ഒരു പെയിൻറ്റിങ്ങിൻ്റെ കുറവേ ഉള്ളൂ വാങ്ങുന്നവർക്ക്. വേറെ അഡീഷണൽ യാതൊരു പണികളും കാര്യങ്ങളൊന്നുമില്ല. ചുറ്റുഭാഗം നമുക്ക് പെരുമാറാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ബോർവെൽ കണക്ഷനാണ് വെള്ളം വരുന്നത് കേട്ടോ. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, നമ്മുടെ ഈ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉണ്ടോ മുകളിൽ നമുക്ക് ഇനിയിപ്പോൾ ഒരു 1-2 മുറി എടുക്കണമെങ്കിലുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഒരു അടുക്കള കൃഷി എന്നോണം വീടിൻ്റെ മുകളിൽ ഈ ഗ്രോ ബാഗിലൊക്കെ വെണ്ടയും വഴുതിനയും തക്കാളിയും പച്ചമുളകും എന്ന് പറഞ്ഞ മാതിരി അതിൻ്റെ ഒരു ചെറിയ രീതിക്കൊരു പ്ലാന്റ് തോട്ടം അവിടെ തന്നെ ചെയ്തിരിക്കുകയാണ്. നാടൻ പച്ചക്കറി വിഷമില്ലാതെ വീട്ടാവശ്യത്തിന് എന്നുള്ള രീതിക്ക്. അപ്പോൾ അടുത്തൊക്കെ നിറയെ വീടുകളുള്ള ഒരു ഏരിയയിലാണ് ഈ വീടുള്ളത്. ഒറ്റപ്പെട്ട ഭാഗമല്ല, നിറയെ വീടുകളുണ്ട്. പുതിയ വീടും കൂടെയാണ്. ഒരു 4 വർഷത്തെ പഴക്കം മാത്രമാണ് ഈ വീടിന് വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം ഇതിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അത് നമുക്ക് വീടിൻ്റെ ചുറ്റുഭാഗങ്ങളാണ് ഈ കാണുന്നത്. മാവുന്തയും പ്ലാവുന്തയൊക്കെ ഉണ്ട്. വേണ്ട മുറ്റത്തൊക്കെ നമുക്കൊരു 1-2 വണ്ടി വന്നാലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വരുന്നുണ്ട് ഇവിടെ. ഇതിൻ്റെ സൈഡിലൂടെ തന്നെ നമുക്കൊരു പഞ്ചായത്ത് കോൺക്രീറ്റ് റോഡും പോകുന്നുണ്ട്. അതും നമുക്ക് യൂസ് ചെയ്യാം. അപ്പുറേ കൂടെയും വേറെ വഴിയുണ്ട് കേട്ടോ. കണ്ടോ, ഇതൊരു നല്ല അത്യാവശ്യം വണ്ടികളൊക്കെ വരുന്നൊരു വഴിയാണ്. ഇതിലൂടെയും നമുക്ക് നമ്മുടെ കോമ്പൗണ്ടിലേക്ക് വണ്ടികൾ കൊണ്ടുവരാം. അല്ല അപ്പുറത്തൂടെയും വേറെയും വഴി, 2 ഭാഗത്തുനിന്നും നമുക്ക് വഴി സൗകര്യമുണ്ട്. അതുപോലെ ബോർവെൽ കണക്ഷനാണ് വെള്ളം വരുന്നത്. വടക്കോട്ടാണ് വീടിൻ്റെ ദർശനം. അപ്പോൾ തൃശ്ശൂരിൻ്റെയും പാലക്കാടിൻ്റെയും മധ്യമായി കിടക്കുന്ന വടക്കഞ്ചേരി ടൗണിൽ നിന്ന് ജസ്റ്റ് ഒരു 3 കിലോമീറ്ററും പുളിങ്കൂട്ടം ജംഗ്ഷനിൽ നിന്നാകുമ്പോൾ ഒരു 500 മീറ്റർ ദൂരം മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം.
നമ്മുടെ അടുത്ത് തന്നെയായിട്ടുള്ള അസീസിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കൊക്കെ, അതായത് ഇരട്ടക്കുളം സിഗ്നലിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ വീടിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 6-7 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനും കാണും. ഇതിനടുത്ത് അവിടെ ഒരു ഫിൽറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. ബോർവെൽ കണക്ഷൻ വെള്ളത്തിൽ നിന്ന് നേരെ ഫിൽറ്റർ ചെയ്തിട്ട് വെള്ളം ടാങ്കിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യത്തിന് ഫിൽറ്ററൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചുറ്റുഭാഗവും കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം വിളിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.